പ്രൈസ് ലോർഡ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വം അന്വേഷിക്കുന്ന ഒരു ജീവിതത്തെ പറ്റിയായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചതായിരുന്നു ദൈവം സകലവും സൃഷ്ടിച്ചത് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടാണ് സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ മഹത്വം ആണ് ദൈവം എല്ലാത്തിന്മേലും ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. നമ്മൾ ലോകത്തിൽ ഞാൻ എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വിഷയമാണ് അല്ലെ, പാപം എന്നുള്ളത്. നമ്മൾ ഭയങ്കര ബലഹീനരാണോ എന്നും. എന്തുകൊണ്ട് നമ്മൾ ബലഹീനന്മാരായിരിക്കുന്നു ലോകത്തിൽ? ഒന്നാമത്തെ കാര്യം, ദൈവം നന്നാകാൻ സാധ്യത ഉള്ള കുറെ പേരെ അല്ല തെരഞ്ഞെടുത്തത്, ഒട്ടും സാധ്യത ഇല്ലാത്ത കുറെ പേരെ തെരഞ്ഞെടുത്തു. എന്നോട് ഒരാൾ ഒരിക്കൽ ചോദിച്ചു, എന്തുകൊണ്ട് കർത്താവ് ബുദ്ധനെ വല്ലതും തെരഞ്ഞെടുത്തില്ല? തെരഞ്ഞെടുത്തായിരുന്നെങ്കിൽ ലോകത്തിൽ ഭയങ്കര ഉണർവ് ബുദ്ധനെ കൊണ്ടുണ്ടായിരുന്നല്ലോ. ബുദ്ധൻ അന്ന് ദൈവത്തെ അന്വേഷിച്ച് പോയതല്ലേ. അപ്പോൾ ബുദ്ധനെ ഒന്ന് താൻ സുവിശേഷത്തിൽ ദൈവം ഒരു വെളിപ്പെടുത്തി കൊടുത്തായിരുന്നെങ്കിൽ, യേശുക്രിസ്തു ദൈവമാണെന്ന് വെളിപ്പെടുത്തി കൊടുത്തായിരുന്നെങ്കിൽ ബുദ്ധൻ ഒരുപാട് ഇത് മഹത്വത്തിനായി തീരുമായിരുന്നോ? ദൈവത്തിന്റെ മഹത്വത്തിനായി ബുദ്ധൻ തീരുമായിരുന്നോ? ഇല്ല. ബുദ്ധന്റെ മഹത്വത്തിനായി തീരത്തേ ഉള്ളൂ. ദൈവത്തിന്റെ മഹത്വത്തിനായി തീരണമെങ്കിൽ നമ്മളെ പോലുള്ള പാപികളിൽ നിന്ന് ക്രിസ്തുവിന്റെ ജീവൻ വരണം. നമ്മൾ വലിയ ബലമുള്ളവരായിട്ടല്ല അപ്പോൾ ലോകത്തിലിരിക്കുന്നത്. ബലഹീനരായും തകർന്നവരായും വിശ്വാസമില്ലാത്തവരായും പലപ്പോഴും അവിശ്വാസത്തിന്റെ പ്രവൃത്തി കാണിക്കുന്നവരായും ഒട്ടും കരുണയില്ലാത്തവരായും ഒക്കെ ലോകത്തിരിക്കുന്നു. അതുകൊണ്ട് ദൈവം അങ്ങനെയുള്ള ആൾക്കാരെ തന്നെയാണ് തെരഞ്ഞെടുത്തത്. കരുണയില്ലാത്തവരും കഴിവറ്റവരും അല്ലെങ്കിൽ കരുണ കാണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായാൽ പോലും പറ്റാത്തവരും ആയ ബലഹീനരായ ആൾക്കാരെയാണ് ദൈവം തെരഞ്ഞെടുത്തത്. ആ തെരഞ്ഞെടുപ്പിന് അതൊരു ഉദ്ദേശമുണ്ട്. ഈ ബലഹീനരായ ആൾക്കാരിലൂടെ ഈ ബലഹീനരായ ആൾക്കാർക്ക് എന്തറിയാം? എനിക്കിപ്പോൾ അറിയാം, എനിക്ക് ഒരു കർത്താവിന്റെ സ്നേഹം അല്ലെങ്കിൽ ദീർഘക്ഷമയും കരുണയൊക്കെ എന്നെ വരുവാണെങ്കിൽ ഇതൊന്നും എന്നിൽ ഒരിക്കലും ഉണ്ടായതല്ല എന്ന് നന്നായി എനിക്കറിയാം. കാരണം എന്റെ സ്വഭാവം ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ് എന്ന് എനിക്ക് നന്നായി അറിയാം. അപ്പോൾ ഇത് കർത്താവിൽ നിന്ന് വന്നത് മാത്രമാണ്, ഇതിനകത്ത് ഒരു അവകാശവും എനിക്കില്ല എന്ന് എനിക്കും അറിയാം, എന്റെ ചുറ്റിനുള്ള നേരത്തെ എന്നെ കണ്ടവർക്കും അറിയാം, എന്റെ വീട്ടുകാർക്കും അറിയാം. അപ്പൊ എന്റെ സ്വഭാവം മാറുമ്പോൾ എന്റെ വീട്ടുകാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ഇതിനകത്ത് എന്തോ പ്രത്യേകിച്ച് നടന്നു അല്ല. പക്ഷെ പാപിയായ ഒരു മനുഷ്യനിലൂടെയാണ് ദൈവത്തിന്റെ, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെയാണ് തേടി വന്നത്. ദൈവം തെരഞ്ഞെടുത്തതും പാപികളെയാണ്. തിമോത്തിക്ക് എഴുതിയ ലേഖനം 1 തിമോത്തി അതിന്റെ പൗലോസ് പറയുന്നുണ്ട് എന്തിന് ദൈവം തന്നെ തെരഞ്ഞെടുത്തു, എന്തായിരുന്നു കാരണം. 1 തിമോത്തി 1:15-17 വാക്യങ്ങൾ. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എന്നിട്ടും യേശുക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായി എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. അപ്പോൾ പാപികളിൽ ഒന്നാമനായ എന്നെ എന്തിനാ തെരഞ്ഞെടുത്തെന്നാ പറയുന്നത്? എന്നിട്ട് യേശുക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി, അവർ കാണേണ്ടതിനായി സകല ദീർഘക്ഷമ ഒന്നാമനായി എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. അതിൽ 17-ാമത്തെ വാക്യമാണ് പൗലോസ് പറയുന്നത്. 17-ാമത്തെ വാക്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 17-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയാണ്, നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും ആമേൻ. അപ്പൊ എന്നെ തെരഞ്ഞെടുക്കാൻ ഉണ്ടായ രണ്ട് റീസണാണ് അവർ പറയുന്നത്. ഒന്ന്, വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ദൃഷ്ടാന്തത്തിനായി, അവർ കാണേണ്ടതിനായി. അവസാനം കൺക്ലൂഡ് ചെയ്യുന്നത് എന്താണ്? ദൈവത്തിന്റെ മഹത്വത്തിനായി, ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും ആമേൻ. ഇത് പൗലോസ് എഴുതുമ്പോൾ തന്റെ ഉള്ളിൽ നിന്നാണ് എഴുതുന്നത്. ദൈവമേ, തന്റെ മഹത്വത്തിനായിട്ടാണ് തന്നെ ദൈവം തെരഞ്ഞെടുത്തത് എന്നാണ് 17-ാമത്തെ വാക്യത്തിൽ പൗലോസ് മനസ്സിലാക്കുന്നത്. 17-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നത്, കർത്താവെ, പാപികൾ ഒന്നാമനായ നീ എന്നെ തെരഞ്ഞെടുത്തത്, നീ നിത്യരാജാവാണ്, അക്ഷയനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും. നമ്മളെ തെരഞ്ഞെടുത്തതിന്റെ റീസൺ, എന്റെ കാരണം എന്താണ്? ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ്. ദൈവത്തിന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ടാണ് അവൻ നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബലഹീനരായിരിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം ബലഹീനനായ എന്നെ തന്നെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്.
അത് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ബലഹീനരായ ആൾക്കാരെ പരസ്പരം കുറ്റം ചുമത്തുമ്പോൾ നമ്മളും ബലഹീനരാണ്. ദൈവം അവരെ ബലഹീനരായ ആൾക്കാരെയാണ് തെരഞ്ഞെടുത്തത്. ദൈവത്തിനൊട്ടും സർപ്രൈസ്ഡ് അല്ല. ദൈവം ഇതൊക്കെ കാണുമ്പോൾ ഒരു അവിശ്വാസിയുടെ അല്ലെങ്കിൽ അവിശ്വാസത്തിന്റെ തലങ്ങൾ നമ്മളിൽ കാണുമ്പോൾ ദൈവം ഒട്ടും ഞെട്ടുന്നില്ല. അയ്യോ, എന്താണ് അവൻ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് ദൈവം ഞെട്ടുന്നില്ല. കാരണം എന്താ അറിയോ, ദൈവത്തിന് അറിയാം നമ്മൾ വളരെ ബലഹീനരാണെന്നും നമ്മളിൽ നിന്ന് അവിശ്വാസത്തിന്റെ പ്രവൃത്തികൾ വരുമെന്നും ദൈവത്തിന് നന്നായി അറിയാം. ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തത്. കാരണം പ്രതീക്ഷിക്കാതെ എങ്ങനെ ബലഹീനരായ ആൾക്കാരെ തെരഞ്ഞെടുക്കുമ്പോൾ ഇതൊക്കെ പ്രതീക്ഷിക്കുമല്ലോ. അതുപോലെ തന്നെ എസെക്കിൽ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 20-ാം അധ്യായം 13 വാക്യം ആരെങ്കിലും എടുത്തെങ്കിൽ വായിക്കാമായിരുന്നു. ഇസ്രായേൽ ഗൃഹമേ, മരുഭൂമിയിൽ വെച്ച് എന്നോട് മത്സരിച്ചു. അവർ എന്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടക്കാതെ എന്റെ വിധികളെ ധിക്കരിച്ചു. അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. എന്റെ ശബ്ബത്തുകളെയും അവർ ഏറ്റവും അശുദ്ധമാക്കി. ആകയാൽ ഞാൻ മരുഭൂമിയിൽ വെച്ച് എന്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് അവരെ സംഹരിക്കുമെന്ന് അരുളിച്ചെയ്തു. അപ്പോൾ ഈ ഇസ്രായേൽ ജനങ്ങൾ മരുഭൂമിയിൽ വെച്ച് അവർ ദൈവത്തിനെതിരെയും മോശയ്ക്കെതിരെയും പിറുപിറുക്കുമ്പോൾ, അവരിൽ നിന്ന് അവിശ്വാസത്തിന്റെ പ്രവൃത്തികൾ വരുമ്പോൾ, അവർ ദൈവത്തെ ദേഷ്യപ്പെടുത്തുമ്പോൾ കർത്താവ് എന്തുകൊണ്ട് അവരെ വിട്ടുകളഞ്ഞില്ല? കണ്ട ജാതികളുടെ മുമ്പാകെ എന്റെ നാമം അശുദ്ധമാകാതിരിക്കേണ്ടതിന് ഞാൻ അതിന് നിമിത്തം പ്രവർത്തിച്ചു. തന്റെ മഹത്വത്തിന് ഒരു കേടുവരാതെ, മഹത്വത്തിന് ഭയങ്കര തീഷ്ണത കാണിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. തന്റെ മഹത്വത്തിന് തീഷ്ണതയുള്ളൊരു ദൈവം, അതാണ് നമ്മൾ ബൈബിളിൽ ഉടനീളം കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ചോദ്യം, ദൈവം എന്തത്ര മഹത്വക്കുതിയനാണോ? അത് എവിടെ നിന്നാ വരുന്നതെന്നറിയോ? നമ്മുടെ ജഡത്തിൽ നിന്നാ വരുന്നത്. ഞാൻ കുറെ നാൾ ചിന്തിച്ചു, എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു? എനിക്ക് എന്താ ദൈവത്തിന് മഹത്വം പോയാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കാൻ പറ്റാത്ത ഒരു സംശയത്തിന്റെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ മഹത്വത്തിനുണ്ട്, സകലതും ദൈവത്തിന് മാത്രമേ മഹത്വം കൊടുക്കാവുള്ളൂ, നമ്മൾ ഒരു അല്പം പോലും മഹത്വം എടുക്കുന്ന ദൈവം കാണുമ്പോൾ ദൈവം കോപിക്കുന്നു. അതിന്റെ കാരണം മഹത്വം ദൈവത്തിന് മാത്രമുള്ളതാണ്. അത് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ കാരണം എന്താ പറയാ, നമ്മുടെ ജഡം നമ്മളൊരു ഗ്ലോറി ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ജഡത്തിന് ദൈവത്തിന് പൂർണ്ണമായ മഹത്വം കൊടുക്കാൻ ഒരു താല്പര്യമില്ല. ദൈവത്തിന് ഗ്ലോറി കൊടുക്കുവാൻ ഒരു താല്പര്യം നമ്മുടെ ജഡത്തിനില്ല. അതാണ് നമുക്ക് പലപ്പോഴും ആ ഒരു സംശയത്തിന് നിലയിൽ അവിടെ പലപ്പോഴും വരുന്നത് എന്നുള്ളതായിരുന്നു എനിക്ക് അതിനുള്ള മറുപടി. അപ്പോൾ ദൈവം സകലതും സൃഷ്ടിച്ചത് അവന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ടാണ്. നമ്മളോട് അവൻ ദീർഘക്ഷമ കാണിക്കുന്നതും, ക്രൂശിൽ കർത്താവ് സ്നേഹം മാത്രമാണോ കാണുന്നത്? ഞാൻ ഇന്ന് ചിന്തിക്കുകയായിരുന്നു, ക്രൂശിൽ സത്യം പറഞ്ഞാൽ കാണുന്നത് സ്നേഹമാണ്, പക്ഷെ അതിനൊക്കെ അപ്പുറം ദൈവത്തിന്റെ മഹത്വത്തിന്റെ പ്രദർശനമാണ് കാണുന്നത്. ദൈവം പാപികളോട് എത്രമാത്രം ദീർഘമായി ക്ഷമിക്കുന്നു, അവന്റെ മഹത്വം എത്ര വലുതാണ് എന്നുള്ളതാണ് ക്രൂശിൽ നമ്മൾ കാണുന്നത്. അവന്റെ ദീർഘമായ ക്ഷമയും സ്നേഹവും കരുണയും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മൾ എന്താണ്? അവന്റെ മഹത്വമാണ് കാണുന്നത്. അവൻ എത്ര വലിയവൻ എന്നുള്ളത്, ദൈവമേ നീ എത്ര വലിയവൻ എന്നുള്ളതാണ് ക്രൂശിൽ നമ്മൾ കാണുന്നത്. ആ മഹത്വമാണ് കാണുന്നത്. ഇപ്പൊ ക്രൂശിലെ മഹത്വം യെശയ്യാവ് കണ്ട മഹത്വം പോലല്ലായിരുന്നു. അത് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. അതൊരു പ്രകാശത്തിനപ്പുറം ത്യാഗത്തിന്റെ, അത് മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്നതിനപ്പുറം ദൂതന്മാരെ ഭയപ്പെടുത്തിയതായിരുന്നു യെശയ്യാവ് കണ്ട മഹത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ക്രൂശിൽ കാണുന്ന മഹത്വം അതൊരു പാപിയെ തകർക്കുന്നതും. ഞാനൊരു പാട്ടുകാരൻ എഴുതിയിരിക്കുന്നതാണ്, ലോകത്തിന്റെ സൃഷ്ടാവ് ലോകത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് 3 ആണിയാൽ തറയ്ക്കപ്പെട്ട് തകരുന്നത് കണ്ടിട്ട് സൃഷ്ടികൾ ഭയന്ന് വിറച്ചു എന്നാണ് ആ പാട്ടിനകത്ത് എഴുതിയിരിക്കുന്നത്. ദൂതന്മാരെന്ത് ഭയന്ന് കാണും അല്ലെ? അവരെ സൃഷ്ടിച്ചവൻ തന്നെ ഈ പാപികൾക്ക് വേണ്ടി, ഈ ഒന്നുമില്ലാത്തവർക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഒരു ഗുണമില്ലാത്തവർക്ക് വേണ്ടി ലോകത്തിലേക്ക് വന്ന് മരിക്കുന്നത് കാണുമ്പോഴാണ്, അതിലാണ് ദൈവത്തിന്റെ മഹത്വം ഇരിക്കുന്നത്. അവൻ തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്ക് എത്ര തീഷ്ണതയുള്ളവനാണെന്ന് നമ്മൾ ക്രൂശിൽ കാണുന്നത്. അല്ലാതെ വേറെ ഒരു റീസണും ഇല്ലായിരുന്നു. ദൈവത്തിന്റെ മഹത്വം ദൈവം ലഭിക്കേണ്ടതിന് ദൈവത്തിന്റെ തീഷ്ണതയാണ് നമ്മൾ ക്രൂശിൽ കാണുന്നത്. വേറെ എന്തെങ്കിലും കാരണമുണ്ടോ നമ്മളെ സ്നേഹിക്കാൻ? നമ്മളിൽ ഒരു കാര്യം ഇതുമില്ലായിരുന്നു. അവന്റെ മഹത്വത്തിന് വേണ്ടി മാത്രമാണ് അവൻ ചെയ്തിരിക്കുന്നതല്ല. അപ്പോൾ ക്രൂശിൽ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ മഹത്വമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ദൈവത്തിന് മഹത്വം കൊടുത്തുള്ള ഒരു ജീവിതം? യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 7-ന്റെ
18-ാമത്തെ വാക്യം. സ്വയമായി പ്രസ്താവിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു, തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാകുന്നു. സ്വയമായി പ്രസ്താവിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു, തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാകുന്നു, നീതികേട് അവനിൽ ഇല്ല. കർത്താവ് ലോകത്തിൽ വന്നപ്പോൾ ഇങ്ങനൊരു ജീവിതമാണല്ലോ ജീവിച്ചത്. സ്വന്തം മഹത്വത്തെ അന്വേഷിച്ചതേയില്ല. അപ്പോൾ ദൈവത്തിന്റെ മഹത്വം കൊടുത്തുള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വം അന്വേഷിക്കുന്ന ഒരു ജീവിതമാണ്. ഓരോ സെക്കൻഡിലും എന്റെ മഹത്വവും എനിക്ക് ആവശ്യമുള്ളതും അല്ല അന്വേഷിക്കുന്നത്, അവന്റെ മഹത്വത്തിന് വേണ്ടിയാണ് അന്വേഷിക്കുന്നത്. അവന്റെ മഹത്വമാണ് അന്വേഷിക്കുന്നത് മുഴുവൻ. കർത്താവ് അങ്ങനെയായിരുന്നു ജീവിച്ചത്. കർത്താവ് മഹത്വം ഉണ്ടായിട്ടും സ്വന്തം മഹത്വത്തെ അല്ല അന്വേഷിച്ചത്. കാരണം എന്താ? നമുക്ക് അനുസരണം തേക്കണല്ലോ. നമ്മൾ നഷ്ടപ്പെടുത്തിയ ദൈവത്തെ മഹത്വം അന്വേഷിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടായിരുന്നു. ആ ജീവിതം നമ്മൾ നഷ്ടപ്പെടുത്തി, അനുസരണം കേട്ട് കാണിച്ചു. അതിന് പകരം കർത്താവ് വന്ന് അനുസരിച്ചു പിതാവിന്റെ മഹത്വം അന്വേഷിക്കുന്ന ഒരു ജീവിതം. അതാണ് കർത്താവ് ലോകത്തിൽ വന്ന് ജീവിച്ചത്. അപ്പോൾ കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് സ്വന്തമായതിൽ നിന്ന് എടുത്തു പറയുന്നില്ല, താൻ പിതാവിൽ നിന്ന് കേട്ടതും അറിഞ്ഞതും പ്രസ്താവിക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ പലപ്പോഴും ഞാൻ ബൈബിൾ സ്റ്റഡി പോയി പഠിച്ചത്, അല്ലെങ്കിൽ ബൈബിൾ സ്റ്റഡിയിൽ പോയിരുന്ന ബൈബിൾ കോളേജിൽ പോയിരുന്ന് പഠിച്ചത്, അങ്ങനെ പലപ്പോഴും നമ്മുടെ ഈ ഉപദേശങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഉപദേശിക്കുമ്പോഴായാലും ഉപദേശകന്മാർക്കുണ്ടാകുന്ന ഒരു പ്രൊവോക്കേഷൻ അല്ലെങ്കിൽ ഒരു ടെംപ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വന്തമായതിൽ നിന്ന് എടുത്ത് പറയുന്നു. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞൊരു മാസം ഒരാള് എന്നോട് ഞാൻ ചോദിച്ചു, ഇത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യം വേറെ ഒരാൾ പറഞ്ഞതല്ലേ എന്ന് ഞാനിങ്ങനെ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതിന് സ്വന്തമായിട്ട് ആരെങ്കിലും എന്തേലും പറഞ്ഞിട്ടുണ്ടോ? ശരിയാണല്ലോ, സ്വന്തമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. സ്വന്തമായിട്ട് ആരും ഒന്നും പറഞ്ഞില്ല. പൗലോസ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സ്വന്തമായിട്ട്? പത്രോസ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സ്വന്തമായിട്ട്? ഇനി സ്വന്തമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ശ്രദ്ധിക്കേണ്ടത്. അത് ഈവിളാണ്, അത് പൈശാചികമാണ്, അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. ദൈവത്തിൽ നിന്ന് കേട്ടതാണ് പറയുന്നത് മുഴുവനും. ഇവിടെ കർത്താവ് ലോകത്തിൽ വന്ന് സ്വയമായി പ്രസ്താവിക്കുന്നവൻ സ്വന്തം മഹത്വത്തെ അന്വേഷിക്കുന്നു. അപ്പൊ സ്വയമായി പ്രസ്താവിക്കുന്നു, സ്വന്തം മഹത്വത്തെ അന്വേഷിക്കുന്നു. സ്വന്തം മഹത്വത്തെ അന്വേഷിക്കുന്ന ഒരാൾ ഇനി വെളിപ്പാടിന്റെ കാര്യത്തിൽ മാത്രമല്ല, ടീച്ചിന്റെ കാര്യം മാത്രമല്ല, സ്വന്തം ജീവിതത്തിലും അവരുടെ മഹത്വത്തിന് വേണ്ടി മാത്രമായിരിക്കും കാര്യങ്ങളായിരിക്കും പ്രാർത്ഥിക്കുന്നതും ദൈവത്തോട് ചോദിക്കുന്നതും എല്ലാം. ദൈവത്തിന്റെ മഹത്വം അന്വേഷിക്കുക. കർത്താവെ, നീ മഹത്വപ്പെടാൻ ഞാൻ എന്താ ചെയ്യണ്ടേ എന്നുള്ള പ്രാർത്ഥനകൾ വരാറുണ്ടോ നമ്മുടെ ഇടയിൽ നിന്ന്? ഭയങ്കര ചുരുക്കമായിരിക്കും അല്ലെ? കർത്താവെ, നീ മഹത്വപ്പെടാൻ, നീ മഹത്വപ്പെടാൻ ഞാൻ എന്താ? നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ കർത്താവിന്റെ മഹത്വം അന്വേഷിക്കുന്ന ഒരു ജീവിതം, അല്ലെങ്കിൽ അന്വേഷിക്കുന്ന പ്രാർത്ഥനകൾ, അത് വളരെ ചുരുക്കമാണ്. ദൈവത്തിന്റെ ആത്മാവിനാലെ ആ പ്രാർത്ഥനകൾ വരികയുള്ളൂ. അപ്പോൾ തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാകുന്നു, നീതികേട് അവനില്ല. അപ്പൊ നീതികേടില്ലാത്തൊരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വം അന്വേഷിക്കുന്ന ഒരു ജീവിതമാണ്. അതാണ് നീതികേടില്ലാത്ത ജീവിതം. അവർ സ്വന്തം ഗ്ലോറി അല്ല അന്വേഷിക്കുന്നത്, ദൈവത്തിന്റെ നീതി അന്വേഷിക്കുന്നത്. സ്വന്തം നീതി അല്ല അന്വേഷിക്കുന്നത്, ദൈവത്തിന്റെ നീതിയാണ്. സ്വന്തം നിലനിൽപ്പല്ല അന്വേഷിക്കുന്നത്, ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ രാജ്യവുമാണ് അന്വേഷിക്കുന്നത്. ഇവിടെ കർത്താവ് ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ വേറെടുത്ത് പറയുന്നുണ്ട്, ഞാൻ ദൈവത്തിന്റെ അടുത്ത് നിന്ന് പഠിച്ചത് നിങ്ങളോട് സംസാരിക്കുന്നു, സ്വയമായിട്ടൊന്നും പ്രസ്താവിക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ കർത്താവ് തന്റെ ജീവിതത്തിൽ ഒരിടത്തും, ഉപദേശത്തിന്റെ കാര്യമാണെങ്കിൽ തന്നെയും തനിക്ക് സ്വന്തമായിട്ട് എടുത്ത് പറയാം, താൻ മനസ്സിലാക്കുന്നതാണ്, താനാണ് സകലത്തിന്റെയും ഉടയവനെന്നും പക്ഷെ അതൊന്നും പറയുന്നില്ല. പിതാവ് പഠിപ്പിച്ചതാണ് പറയുന്നതെന്നാണ് പറയുന്നത്. സകലത്തിനും മഹത്വം എടുക്കാൻ യോഗ്യനായ കർത്താവ് ലോകത്തിൽ വന്നപ്പോൾ ഈ മഹത്വങ്ങളെല്ലാം ഒഴിഞ്ഞു വെച്ചിട്ടാണ് കർത്താവ് ലോകത്തിൽ ജീവിച്ചത്. ഇതേ ഭാവം തന്നെയാണ് നമ്മൾക്കും വേണ്ടത്. പക്ഷെ നമ്മളൊക്കെ പല ആൾക്കാരും പറയുന്നത് കേട്ട് തന്നാൽ തോന്നും ഈ ദൈവത്തിൽ നിന്ന്, അല്ലെങ്കിൽ അവരുടെ ബുദ്ധിയിൽ നിന്ന് അവർ പഠിച്ചെടുത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ ബൈബിളിന്റെ വചനം ഞാൻ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് എന്റെ എഫേർട്ടിനാൽ വന്നൊരു സാധനമല്ല. ഈ ബൈബിളിലെ ഒരു ജ്ഞാനവും ഞാൻ പ്രത്യേകിച്ചിരുന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടോ, ഞാൻ ഇത്ര മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടോ, ഉപവസിച്ചത് കൊണ്ടോ ഞാനൊരു ബൈബിൾ കോളേജിൽ പോയിട്ടില്ല. എന്നെ അറിയാവുന്നവർക്കറിയാം, ഞാൻ വളരെ ചുരുക്കമായിട്ടുള്ള വിശ്വാസി വന്നിട്ട്. അതുകൊണ്ട് എനിക്ക് ഈ ജ്ഞാനം എന്ന് പറയുന്നത്, കർത്താവിന്റെ ജ്ഞാനം എന്ന് പറയുന്നത് എന്റെ എഫേർട്ടിനാൽ വന്നൊരു കാര്യമേ അല്ല. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇത് കേടാൻ വേണ്ടി. പൂർണ്ണമായും ദൈവം എന്നോട് കരുണ കാണിച്ചു തന്ന ദൈവത്തിന്റെ ജ്ഞാനമാണ് ഇതെന്ന് എന്റെ ലൈഫിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ്. അല്ലെങ്കിൽ ഏതേലും ആൾക്കാർ ബൈബിൾ കോളേജിൽ പോയി 4 വർഷത്തെയും 3 വർഷത്തെയും ബിരുദാനന്ദ ബിരുദം ഒക്കെ എടുത്തിട്ട് ഈ പറഞ്ഞ
ജ്ഞാനം അന്വേഷിക്കാൻ നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമോ? ഒന്നുമില്ല. വർഷങ്ങളായി പഠിച്ചവർക്ക് ഈ ബൈബിളിൽ പറയുന്നിരിക്കുന്ന അപ്പോസ്തലിക ഉപദേശം എന്താണെന്ന് മനസ്സിലായിട്ട് പോലും ഇല്ല. കാരണം ഇത് മനുഷ്യന്റെ എഫേർട്ടിനാൽ വരുന്നൊരു കാര്യമല്ല. നമുക്ക് ദൈവം നൽകുന്ന ഒരു ദാനമാണ്. അത് ഫ്രീ ആണ്, സൗജന്യമായി ലഭിച്ചതാണ്, ദൈവത്തിന്റെ ദാനമാണ്. ഇതിനകത്ത് ഒരാളുടെയും കഴിവോ അവകാശം ഒന്നുമില്ല. ഇതിനകത്ത് എന്റെ മെറിറ്റ് എന്തോന്ന് ചോദിച്ചാൽ ഒരു മെറിറ്റ് എനിക്കുണ്ട്. ആ മെറിറ്റ് ഞാൻ വൃഥാപിയും ഒരു യോഗ്യതയില്ലാത്തവനും സീറോയും ആണ് എന്നുള്ളതാണ് എന്റെ മെറിറ്റ്. അത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ കാനായിലെ കല്യാണത്തിന് കർത്താവ് വെള്ളം വീഞ്ഞാക്കാൻ നേരം കർത്താവ് എടുത്ത കൽപാത്രം നമ്മൾ ശ്രദ്ധിച്ചോ? അത് ഈ ശുദ്ധീകരണത്തിനായി ഉപയോഗിക്കുന്ന കൽപാത്രമായിരുന്നു. എന്തുകൊണ്ട് കർത്താവ് അവിടെ അകത്ത് ഈ കല്യാണത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പാത്രങ്ങളൊന്നും ഉപയോഗിച്ചില്ല? അവിടെ കർത്താവിന്റെ ആ പ്രവർത്തിക്കകത്ത് ഒരു അടയാളം കൂടെ കാണിക്കുന്നത്. ചുമ്മാതെ കർത്താവ് അവിടെ ചെയ്തതല്ല, അതിനകത്തൊരു അടയാളമുണ്ട്. ദൈവത്തിന്റെ അവസാനം കർത്താവിന്റെ ശിഷ്യന്മാര് തന്റെ ഈ പ്രവൃത്തി കണ്ടിട്ട് അവൻ ഈ അത്ഭുത പ്രവൃത്തി ചെയ്ത് തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ തന്റെ മഹത്വത്തെ വെളിപ്പെടുത്താനാണ് അവിടെ പ്രവൃത്തി നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് കർത്താവ് അവിടെ ചെയ്തത്. ഈ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത കുറെ പാത്രങ്ങൾ. അപ്പോൾ ഈ പാത്രങ്ങൾ പറയാണ്, ഇനി ഈ അത്ഭുതം കണ്ടിട്ട് ആരെങ്കിലും പറയാണ്, ഓ ആ പാത്രത്തിൽ വെള്ളം എടുത്തത് കൊണ്ടാണ് അത് വീഞ്ഞായി മാറിയത്. ആ പാത്രത്തിന് എന്തോ പ്രത്യേകതയുണ്ട്, ആ പാത്രത്തിന് എന്തോ പ്രത്യേകതയുണ്ട്. ഇന്ന് പലരും ഈ പാത്രത്തെയാണ് മഹത്വപ്പെടുത്തുന്നത്, ദൈവത്തെ അല്ല മഹത്വപ്പെടുത്തുന്നത്. ഓ പാസ്റ്ററിന്റെ പ്രസംഗം കേട്ടോ, അല്ലെ ആ ദേവദാസന്റെ പ്രസംഗം കേട്ടോ എന്നുള്ളതാണ്. ദൈവത്തെ അല്ല മഹത്വപ്പെടുത്തുന്നത്. ഇങ്ങനെയാണ് ദൈവത്തിന്റെ മഹത്വം മലിനപ്പെടുന്നത്. ആ പാത്രത്തിന്റെ പ്രത്യേകതയാണ്, അതിനുവേണ്ടിയാണോ കർത്താവ് പ്രവൃത്തി ചെയ്തത്? ആ പാത്രത്തിന് മഹത്വം പോകാതിരിക്കേണ്ടതിന് വേണ്ടിയാ. നല്ല പാത്രമൊന്നും എടുത്തില്ല, ഇത്തിരി മോശം ഉള്ളതിൽ ഏറ്റവും ആരും ശ്രദ്ധിക്കാത്ത എന്നെ പോലൊരു പാത്രത്തെ എടുത്തേ. ഒരു ദിവസം എന്നോടൊരു പാസ്റ്റർ പറഞ്ഞു, അർജുനെ പോലുള്ളവരെ ദൈവം തിരഞ്ഞെടുക്കുന്നതിനകത്ത് വേറെ ഒരു കാര്യമുണ്ട്. ഒരു സ്വയമായ യോഗ്യതയൊന്നും ഇല്ലാത്ത വളരെ ചെറുപ്പത്തിലെ ദൈവം തിരഞ്ഞെടുത്ത് ദൈവത്തിന് ജ്ഞാനം കൊടുക്കുമ്പോൾ ഇയാൾ പ്രത്യേകിച്ച് എഫേർട്ട് എടുത്തൊന്നും പഠിച്ചതല്ല, അല്ലെ ഇയാൾ അവിടെ പോയി പഠിച്ച് ഇത്ര വർഷം ഗ്രാജുവേഷൻ ഒക്കെ കഴിച്ചിട്ട് വന്ന് പ്രസംഗിക്കുന്നതാണ് എന്ന് ആരും പറയാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം എന്നെ പോലുള്ള ആൾക്കാരെ ഉപയോഗിക്കുന്നതെന്നൊരു ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു. ശരിയാണല്ലോ. ദൈവത്തിന്റെ കരുണയല്ലേ, ദൈവത്തിന്റെ മഹത്വമല്ലേ, ദൈവം അത് എന്നിലൂടെ കാണിക്കേണ്ടതിന് വേണ്ടി ദൈവം എന്നെ തെരഞ്ഞെടുത്തതാണ്. അതിനകത്ത് എന്റെ യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ നിമിഷവും ഒന്നുമില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു നാണക്കേടുണ്ട്, അങ്ങനെ പറയേണ്ടതായിട്ട് തന്നെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് സകലവും സൃഷ്ടിച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ആ ജാറിന് എന്തെങ്കിലും മഹത്വം ഉണ്ടോ? ഒരു മഹത്വം ഇല്ല. ആ കൽപാത്രത്തിന് എന്തെങ്കിലും മഹത്വം ഉണ്ടോ? ഒരു മഹത്വം ഇല്ല. അത് ഉണ്ടാക്കിയവന് മഹത്വമാണ്, ഉണ്ടാക്കിയവന്റെ മഹത്വമാണ്. അതിൽ വ്യാപരിച്ച ശക്തി ആരുടെയാണ്? അതാണ് മഹത്വം, അവനാണ് മഹത്വം. അപ്പോൾ ഇങ്ങനെ പലപ്പോഴും ഈ ആൾക്കാര് ഈ പാത്രങ്ങളുടെ പുറകെ പോകുന്നതാണ് ഇവിടെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോഴാണ് ദൈവത്തിന്റെ മഹത്വം മലിനപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ നമ്മുടെ ജീവിതത്തില് ഡെയിലി ലൈഫിൽ ദൈവത്തെ എങ്ങനെ മഹത്വപ്പെടുത്താം? ഇനി ഞാൻ വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ദൈവത്തിന് മഹത്വം പോകുന്ന ഒരു കാര്യത്തിനകത്ത് വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ബൈബിൾ തുടങ്ങുന്നത് ഇങ്ങനെ ഇതിന് ബന്ധപ്പെട്ട ഒരു സാഹചര്യത്തിൽ നിന്നാണ്. രണ്ട് വ്യക്തികൾ ദൈവത്തിന് യാഗം അർപ്പിച്ചു. ഈ രണ്ട് വ്യക്തികളുടെ യാഗത്തിൽ കയീൻ ആബേൽ, ഈ രണ്ട് വ്യക്തികളാണല്ലോ ദൈവത്തിന് യാഗം അർപ്പിച്ചത്. ആബേലിന്റെ യാഗത്തിൽ മാത്രം ദൈവം പ്രസാദിച്ചു. എന്തുകൊണ്ട് ആബേലിന്റെ യാഗത്തിൽ മാത്രം ദൈവം പ്രസാദിച്ചു? ആബേല് തനിക്കുള്ളതിന്റെ ഏറ്റവും ബെസ്റ്റ് ദൈവത്തിന്റെ മുന്നിൽ എന്ത് ചെയ്തു? അറുത്ത് തകർത്ത് കൊടുത്തു. കയീനും തന്നെ തനിക്കുള്ളത് ഏറ്റവും ബെസ്റ്റ് തന്നെ ദൈവത്തിന് കൊടുത്തേ, തനിക്കുള്ളതിൽ ഏറ്റവും ബെസ്റ്റ്. പക്ഷെ ആബേലിന്റെ യാഗത്തില് മാത്രമാണ് ദൈവം പ്രസാദിച്ചത്. അതെന്താ അറിയോ? ആബേലിന്റെ യാഗം തനിക്കുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ദൈവത്തിന്റെ പ്രവർത്തിക്ക് വേണ്ടി തകർത്ത് കൊടുക്കുകയായിരുന്നു. മറ്റേ കയീൻ എന്താ ചെയ്തേ? തന്റെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് ദൈവത്തിന് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിന്റെ എഫേർട്ടിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്? ദൈവത്തിന് കൊടുക്കുകയാണ്. കയീൻ ആബേൽ എന്താ പറയുന്നത്? ദൈവമേ, നിനക്ക് എന്റെ എഫേർട്ടിൽ ഏറ്റവും ബെസ്റ്റ് ഇതാണ്, പക്ഷെ ഇത് തരാനും ഇത് നിന്നെ പ്രസാദിപ്പിക്കാൻ ഒരു യോഗ്യതയില്ല. ഇത് ഞാൻ നിന്റെ മുന്നിൽ തകർത്തെൽപ്പിക്കുന്നു. ഇതിനെ നീ എന്തേലും ചെയ്തിട്ട് പെർഫെക്റ്റ് ആക്കണേ. ഇനി ഞാൻ വേറെ ഇതിലെല്ലാം കഴിഞ്ഞ് ബൈബിളിന്റെ മധ്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വേറൊരു യാഗം കാണാം, കർത്താവ് ചെയ്ത യാഗം. കർത്താവ് ചെയ്ത യാഗം എങ്ങനെയായിരുന്നു? പിതാവേ, ഞാൻ ഈ നിമിഷത്തേക്ക്, ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്ന നിന്റെ നാമം മഹത്വം എടുക്കേണ്ടതിന് വേണ്ടിയാ. അപ്പോൾ ഞാനിത് നിന്റെ മുന്നിൽ തകർക്കുന്നു, നീ ഇതിനെ
നിന്റെ ശക്തിയാൽ ഉയർപ്പിച്ചിട്ട് ഇതിനെ അംഗീകരിക്കണമേ, ഇതിനെ പ്രസാദമുള്ളതാക്കണമേ എന്നാണ് പറയുന്നത് ആ യാഗത്തിലൂടെ. പിതാവല്ലേ പുത്രനെ ഉയർപ്പിച്ചത്? അപ്പോൾ പിതാവിന്റെ ശക്തി എന്താണ്? ഒരു അംഗീകാരമായിട്ടാണ് ആ യാഗം തന്റെ ശക്തിയാൽ നീ അംഗീകരിച്ചിരിക്കുന്നു. പിതാവ് ആണ് അവിടെ പറയുന്നത്. പിതാവ് പുത്രനെ ഉയർപ്പിക്കുന്നതിലൂടെ ആ യാഗം എന്ത് ചെയ്യാണ്? അംഗീകരിക്കുകയാണ്. ഇതിന്റെ ഒരു നിഴലായിട്ട് വേണേ നമുക്ക് ഈ ദൈവത്തിനോടുള്ള പ്രവൃത്തികൾ, അത് എത്ര വലിയ പ്രവൃത്തികളാണേലും, കർത്താവ് ഒരു പാപം പോലും ചെയ്തില്ല. കർത്താവിൽ പാപമില്ലായിരുന്നു. പക്ഷെ കർത്താവ് സ്വയമേ നീതീകരിച്ചോ? തനിക്ക് വേണ്ടി സ്വയമായി സാക്ഷ്യം പറഞ്ഞോ? ഇല്ല. എനിക്ക് മനുഷ്യരുടെ സാക്ഷ്യമില്ല, പക്ഷെ ഞാൻ സ്വയമായി അല്ല സാക്ഷ്യം പറയുന്നത്, പിതാവിന്റെ സാക്ഷ്യം എനിക്കുണ്ട് എന്നാണ് കർത്താവ് പറഞ്ഞത്. കർത്താവ് സ്വയമായി നീതീകരിച്ചില്ല. പിതാവ് പുത്രനെ ഉയർപ്പിക്കുന്നതിലൂടെയാണ് താൻ ആ നീതീകരണം അവിടെ നടന്നത്. അപ്പോൾ ദൈവത്തിന് കൊടുക്കുന്ന ജീവിതം, പല ആൾക്കാരും ജീവിതത്തിൽ ഭയങ്കര ദൈവത്തിന് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇനി പലപ്പോഴും അനുസരണത്തിന്റെ കാര്യത്തിൽ ഇത് വരുന്നുണ്ട്. ഈ അനുസരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ എഫേർട്ടില് ദൈവത്തിന് മുന്നിൽ അനുസരണമുള്ളവരായി, പ്രസാദമുള്ളവരായി ഇരിക്കേണ്ടതിന് വേണ്ടി നമ്മൾ ഭയങ്കര എഫേർട്ട് എടുത്ത് അനുസരണം തയ്ക്കുന്നത് നമുക്ക് പലപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഈ അനുസരണം ദൈവത്തിന് പ്രസാദകരമാകുന്നു. ദൈവം നോക്കുന്നത് എന്താണെന്ന് അറിയാവോ? ഇതിന്റെയൊക്കെ റൂട്ട് എവിടെ നിന്ന് വരുന്നു? പുത്രൻ എന്തുകൊണ്ട് സ്വയമേ താൻ നീതിമാനെന്ന് വിളിച്ചില്ല? നീതിമാനെന്ന് വിളിച്ചാൽ എന്താ സംഭവിക്കുന്നേ? താൻ തന്നെ മഹത്വപ്പെടുത്തിയില്ലേ? താൻ തന്നെ മഹത്വമാണോ അന്വേഷിച്ചത്? അല്ല, പിതാവിന്റെ മഹത്വമാണ് അന്വേഷിച്ചത്. ആബേൽ എന്താണ് കണ്ടത്? ആബേലിന്റെ ഉള്ളിൽ, ഹൃദയത്തിൽ അതിന്റെ റൂട്ട് തന്നെ മഹത്വത്തെ അല്ല. കർത്താവെ, ഇതിനൊന്നും നിന്നെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. നീ എന്തേലും ചെയ്യണം, നിന്റെ മഹത്വത്തിനായിട്ട് നീ എന്തേലും ചെയ്യണം, എന്റെ എഫേർട്ടിനാലല്ല. നിന്റെ മഹത്വം സകല ജാതികളും അറിയേണ്ടതിന് ഞാൻ എന്തേലും പോയി സുവിശേഷ വേല ചെയ്തിട്ടോ അല്ലെങ്കിൽ പോയി എന്തേലും തുടങ്ങിയിട്ടോ ഒന്നും നടക്കത്തില്ല. ചർച്ച തുടങ്ങിയിട്ടോ ആൾക്കാരോട് സുവിശേഷം പറഞ്ഞു, ഇതൊന്നും നടക്കത്തില്ല. ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾ നമ്മുടെ മതത്തിനായിട്ടാ. ഇത്ര പേരെ ഞാൻ രക്ഷിക്കപ്പെടുത്തി, ഇവിടെയൊക്കെ പോയി സുവിശേഷം പറഞ്ഞു. എനിക്കറിയാവുന്ന ഒരു ദേവദാസൻ, അദ്ദേഹം എത്ര പേരെ സ്നാനപ്പെടുത്തി എന്നുള്ളത് എല്ലാ ക്യാമ്പിനും പുള്ളി പറയും, ഞാൻ ഇത്ര ആളെ സ്നാനപ്പെടുത്തി. എന്താണ് അത് നടക്കുന്നത്? അദ്ദേഹത്തിന്റെ മഹത്വമാണ് അന്വേഷിക്കുന്നത്. രണ്ടും ഒരേപോലെ ഇരിക്കും. ഇനി ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്ന രണ്ടുപേർ, ആ കർത്താവിന്റെ ലൈഫ് അന്വേഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്, കർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്ന രണ്ടുപേർ. ഇതിന്റെ രണ്ടുപേരിലും ദൈവം പ്രസാദിക്കുന്ന എവിടെയാണെന്ന് അറിയാവോ? ഇതിന്റെ നമുക്ക് മാനുഷികമായി മനസ്സിലാക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ, എന്താ പറഞ്ഞത്? മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, ദൈവം ഹൃദയത്തെ നോക്കുന്നു. ദൈവം നോക്കുമ്പോൾ ഹൃദയത്തിൽ എന്താണ് ഇരിക്കുന്നത്? ദൈവത്തിന്റെ മഹത്വമാണ് അന്വേഷിക്കുന്നത്. താൻ ക്രിസ്തുവിനോട് അനുസരിക്കാൻ ശ്രമിക്കുന്നതും, സുവിശേഷം പറയാൻ പോകുന്നതും, ട്രാക്ട് കൊടുക്കുന്നതും, ടീച്ചിങ് ചെയ്യുന്നതും, ശുശ്രൂഷിക്കുന്നതും, ഇത്ര ദൂരത്ത് നിന്ന് കർത്താവിനെ തേടി കർത്താവിന്റെ കൂട്ടായ്മയ്ക്ക് വരുന്നതും, ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? സ്വന്തം മഹത്വം അന്വേഷിക്കേണ്ടതിന് വേണ്ടിയാണോ? ഇന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യുമ്പോൾ നമ്മൾ പലരും ചെയ്ത സ്വന്തം മഹത്വം അന്വേഷിക്കാൻ തന്നെ പല പ്രവൃത്തികളും. അവിടാണ് നമ്മളെ തകർത്ത് ദൈവമേ, ഇത് ആത്മാവിനാൽ വെളിപ്പെട്ടവർക്ക് ദൈവത്തിന് മുന്നിൽ തകർക്കാൻ കഴിയുള്ളൂ. കർത്താവെ, ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നത്. കർത്താവ്, നീ നിന്റെ മഹത്വത്തിനായിട്ട് എൻ്റെ ജീവിതം ഏൽപ്പിക്കാൻ നീ എന്തേലും ഇതിനകത്ത് ചെയ്യണേ. എൻ്റെ എഫേർട്ടൊന്നുമില്ല. മനുഷ്യന്റെ എഫേർട്ട്, ഞാൻ ഒരു പൈസ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൈസക്ക് കണക്ക് ഞാൻ സൂക്ഷിക്കും. അത് ദൈവത്തിനായാലും മനുഷ്യർക്കായാലും. എന്നാൽ എൻ്റെ കഴിവിൽ നിന്നല്ല ഞാൻ ഒരു 5 രൂപ ദൈവത്തിന് കൊടുക്കുമ്പോൾ എനിക്ക് പറയാൻ കഴിയും, കർത്താവേ, ഇതെന്റെ കഴിവിൽ ഓർക്കത്ത് പോലും ഇല്ല. കാരണം എന്റെ പൈസ അല്ലെന്ന് എനിക്കറിയാം. സ്വന്തം അധ്വാനത്തിൽ നിന്ന് കൊടുക്കുമ്പോൾ അവിടെ എല്ലാവരും അതിങ്ങനെ ഓർത്ത് വെച്ചേക്കും. കാരണം അത് എന്റെ അധ്വാനത്തിൽ നിന്നാണ്. അതിനൊരു ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും. ഇവിടാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് കാര്യം. നമ്മുടെ അധ്വാനങ്ങളോ നമ്മുടെ എഫേർട്ടുകളാലോ ദൈവത്തെ പ്രസാദിപ്പിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അത് ദൈവത്തിന് മുന്നിൽ തകർത്തേൽപ്പിച്ചിട്ട്, ദൈവം ഇതിനെ യൂസ് ചെയ്യണമേ, ദൈവമേ നീ ഇതിനെ നിനക്ക് മഹത്വമാകുന്ന രീതിയിൽ പ്രവർത്തിപ്പിക്കണമേ എന്ന് ചെയ്യുകയാണ്, അല്ലെങ്കിൽ എന്ന് പറയുകയാണ് വേണ്ടത്. അതാണ് ദൈവത്തിന്റെ മഹത്വം അന്വേഷിക്കുന്ന ഒരു ലൈഫ്. ഇത് വളരെ മൈന്യൂട്ടായിട്ട് നമ്മൾ ഇതിൽ നിന്നൊക്കെ തെറ്റിമാറി പോകുന്നത്. അപ്പം ദൈവത്തിന്റെ മഹത്വം അന്വേഷിക്കുന്ന ഒരു ജീവിതം ആണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമുക്കറിയാം. നമ്മൾ പറഞ്ഞു. അപ്പോൾ ഉയർന്ന ഒരു ആത്മീയ ജീവിതം, ഒരു യഥാർത്ഥമായ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
ദൈവത്തിന്റെ മഹത്വത്തെ അന്വേഷിക്കുന്ന ഒരു ജീവിതമാണ് യഥാർത്ഥമായ ആത്മീയ ജീവിതം. ഇനി യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 12-ാം അധ്യായം 27 മുതലുള്ള വാക്യം. പിതാവേ ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. പിതാവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്നും ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദം ഉണ്ടായി. പിതാവേ, എന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ, അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദം ഉണ്ടായി. അപ്പോൾ കർത്താവ് എന്താ പറയുന്നത്? ഈ നാഴികയിലേക്ക് വന്നത് എന്തിനു വേണ്ടിയാണ്? നിന്റെ നാമം മഹത്വപ്പെടേണ്ടതിന് വേണ്ടിയാണ്. അതുകൊണ്ട് കർത്താവെ, നീ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എങ്ങനെയാണ് മഹത്വപ്പെടുത്തുന്നത്? പുത്രൻ മരിക്കുകയാണ്, പുത്രനെ ഉയർപ്പിക്കുന്നതിലൂടെയാണ് ആ നാമം മഹത്വപ്പെടുത്തുന്നത്. കർത്താവെ, ഇത് എന്റെ ജീവിതം, ഞാൻ ഇത്രയും ജീവിച്ചു, അനുസരിച്ചു, മരണം വരെ അനുസരിച്ചു, എന്നിൽ ഒരു പാപമില്ലായിരുന്നു, പക്ഷേ ഞാൻ ഇതിനെ നീതീകരിക്കുന്നില്ല. നിന്റെ നാമമഹത്വത്തിനായി നീ നീതീകരിക്കണമേ. ഞാനിത് നിന്റെ മുന്നിൽ തകർത്തേൽപ്പിക്കുന്നു. പിതാവ് മഹത്വപ്പെടുത്തും. 3-ാം നാൾ പുത്രനെ ഉയർപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നു. ഫിലിപ്പിയ ലേഖനം അതിന്റെ 1-ാം അധ്യായം 11-ാമത്തെ വാക്യം. അപ്പോൾ നമ്മുടെ നീതി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നോ? ഒരിക്കലുമില്ല. നമ്മുടെ അനുസരണം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നോ? ഒരിക്കലുമില്ല. 11-ാമത്തെ വാക്യം പറയുന്നു, ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തുവിനാൽ നീതിബലം നിറഞ്ഞവരായി തീരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് നിങ്ങൾ നീതിബലം തികയണം, യേശുക്രിസ്തുവിനാൽ നീതിബലം നിറഞ്ഞവരായി തീരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിനാൽ നീതിബലം നിറയണം. അത് യേശുക്രിസ്തുവിനാലാണ് ആ ബലം ഉണ്ടാകുന്നത്. നമ്മുടെ എഫേർട്ടിനാലല്ല അത് വന്നത്. നമ്മുടെ നത്തിങ്ലെസ്സിൽ, നമ്മുടെ ശൂന്യതയിൽ നമ്മളിൽ വ്യാപരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസത്താൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മളിൽ നിന്ന് ക്രിസ്തുവിന്റെ ജീവന്റെ ബലങ്ങളെ കൊണ്ടുവരികയും അതാണ് പിതാവിന് പ്രസാദകരമുള്ള ജീവിതമാക്കി നമ്മളെ മാറ്റുന്നത്. അപ്പൊ ഓരോ നിമിഷവും ക്രിസ്തു ചെയ്തതുപോലെ നമ്മൾ അവന്റെ ക്രൂശിന്റെ മരണത്തോട് ഏകീഭവിക്കുകയാണ്. കർത്താവെ, ഞാൻ എന്നെ തന്നെ നീതീകരിക്കാൻ ശ്രമിക്കുന്നില്ല, നീതിയുടെ ബലം ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നില്ല. കർത്താവെ, ഇത് ഞാൻ നിന്റെ മുന്നിൽ തകർത്തേൽപ്പിക്കുന്നു. എന്റെ ജീവിതം, നീ എന്റെ ശരീരത്തെ, എന്റെ ജീവിതത്തെ നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി, നിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയാൽ എന്നിൽ ജീവിപ്പിച്ച് നിന്റെ നാമത്തിന്റെ മഹത്വത്തിനാക്കി മാറ്റണമേ എന്നുള്ളതാണ്. നമ്മൾ ഓരോ സെക്കൻഡുകളിൽ നമ്മളിലൂടെ പോകേണ്ട പ്രാർത്ഥന അതാണ്. അപ്പോൾ നമ്മുടെ എഫേർട്ടിനാലല്ല, ദൈവത്തിന് നമ്മുടെ അധ്വാനിച്ച് വിയർപ്പൊഴുക്കി കഷ്ടപ്പെട്ട് ദൈവത്തിന് ബലം കൊടുക്കുകയല്ല. അപ്പോൾ നമ്മുടെ അധ്വാനം ഉണ്ടോ? നമ്മുടെ അധ്വാനം ഉണ്ട്. അധ്വാനം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ശക്തി, ഒരു എനർജി ഉണ്ടല്ലേ. ഞാൻ അധ്വാനിക്കുമ്പോൾ ഒരു എനർജി ഉണ്ട്. ആ എനർജി എന്റെ സ്വന്തമല്ല, ക്രിസ്തുവിൽ വിശ്വാസത്താൽ എന്നിൽ വ്യാപരിക്കുന്ന എനർജിയാണ്. അപ്പോൾ അധ്വാനിച്ചതിന്റെ മഹത്വം മുഴുവൻ ആർക്കാണ്? കർത്താവിനുള്ളതാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ പ്രവർത്തിച്ചു എന്നും പറയുന്നില്ല, ദൈവത്തിന്റെ കൃപയാണ് എല്ലാം അധ്വാനിച്ചത്. ഞാനല്ല അധ്വാനിച്ചത്, കൃപയാണ് അധ്വാനിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ കൃപയാണ് മൊത്തം അധ്വാനിച്ചത്, ഞാനല്ല അധ്വാനിച്ചത്. കൃപ അധ്വാനിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്കൊക്കെ തോന്നും ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ തോന്നുന്നത് അത് നിങ്ങൾ തന്നെ അധ്വാനിച്ച, അത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നില്ല. ദൈവത്തിന്റെ മുന്നിൽ അത് അക്സെപ്റ്റബിൾ അല്ല. ദൈവം അതിനെ നോക്കുന്ന പോലുമില്ല. ഇനി ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവർ ഈ ശത്രുജനം നശിക്കുമ്പോൾ ഈ ശത്രുക്കളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ഭയം എന്താണ്? എവർ പ്രാർത്ഥിക്കുന്ന ദൈവം യഹോവയാണ് എന്നുള്ളൊരു ഭയം ഈ ശത്രുക്കളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഇസ്രായേൽ ജനം പലപ്പോഴും മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവരുടെ ജയത്തിന് കാരണമായി അവർ ശത്രുക്കൾ മനസ്സിലാക്കിയിരുന്നത് അവർ പ്രാർത്ഥിക്കുന്ന ദൈവം, യഹോവയായ ദൈവം ശക്തനാണ്. അവിടെയും ദൈവത്തിന്റെ നാമമഹത്വത്തിനായിട്ടാണ് അവരെ ദൈവം ആ ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ കടത്തിക്കൊണ്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ദൈവം നമ്മളെപ്പോലുള്ള ബലഹീനരെ തെരഞ്ഞെടുക്കുന്നതിന്റെ കാരണം ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ന്യായാധിപന്മാരുടെ പുസ്തകം അതിന്റെ 7-ാം അധ്യായം 2 മുതലുള്ള വാക്യം. യഹോവ ഗിദെയോനോട്, നിന്നോട് കൂടെയുള്ള ജനം അധികമാകുന്നു, എന്റെ കൈ എന്നെ രക്ഷിച്ചു എന്ന് ഇസ്രയേൽ എന്റെ നേരെ വമ്പ് പറയാതിരിക്കേണ്ടതിന് ഞാൻ മിദ്യാനരെ അവരുടെ ഇടയിൽ ഏൽപ്പിക്കുകയില്ല. അപ്പോൾ ദൈവം നോക്കുമ്പോൾ ഗിദെയോന്റെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ദൈവം പറയാണ്, നിങ്ങളുടെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട്, ഇനി നിങ്ങൾ അവരെ ജയിച്ചാൽ നിങ്ങളുടെ കൈ നിങ്ങളെ രക്ഷിച്ചു എന്ന് വരും. നോക്കിക്കോണേ, ദൈവം അവരെ 300 ആക്കി കുറയ്ക്കുന്നുണ്ട്.
അത് ആ മിദ്യാൻ അവരെത്ര ഉണ്ടെന്നാ പറയുന്നത്? അവര് വെട്ടിക്കിളികളെ പോലെ ഉണ്ടെന്നാണ് ബൈബിളിൽ കാണിക്കുന്നത്. അസംഖ്യമായിരിക്കുന്നു അവരുടെ സംഖ്യ, അവരുടെ ശത്രുബലം അസംഖ്യമായിരിക്കുന്നു. ദൈവം അവരെ 300 പേരാക്കി, വിരലിൽ എണ്ണാവുന്ന വളരെ ചുരുക്കമാക്കി ആൾക്കാരാക്കി മാറ്റി. ഇവിടെ യഹോവ ഗിദെയോനോട്, നിന്നോട് കൂടെയുള്ള ജനം അധികമാകുന്നു, എന്റെ കൈ എന്നെ രക്ഷിച്ചു എന്ന് ഇസ്രയേൽ എന്റെ നേരെ വമ്പ് പറയാതിരിക്കേണ്ടതിന് ഞാൻ മിദ്യാനരെ ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയില്ല. ആകയാൽ നീ ചെന്ന് ആർക്കെങ്കിലും ഭയവും ഭീരുത്വവും ഉണ്ടെങ്കിൽ അവൻ ഗിലെയാദ് പർവ്വതത്തിൽ നിന്ന് മടങ്ങിപ്പോയിക്കൊള്ളട്ടെ എന്ന് ജനത്തിൽ പ്രസിദ്ധപ്പെടുത്തുക എന്ന് കൽപ്പിച്ചു. എന്നാറെ ജനത്തിൽ 20,000 പേർ മടങ്ങിപ്പോയി, 20,000 പേർ ശേഷിച്ചു. യഹോവ പിന്നെയും ഗിദെയോനോട്, ജനം ഇനിയും അധികം, അവരെ വെള്ളത്തെങ്കിലേക്ക് കൊണ്ടുപോകുക. അവിടെ വെച്ച്, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വെള്ളത്തിൽ വെച്ചൊരു ടെസ്റ്റ് നടത്തുന്നുണ്ട്. അവിടെ വെച്ച് ഞാൻ അവരെ പരിശോധിച്ചു തരാം. ഇവൻ നിന്നോട് കൂടെ പോരട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരട്ടെ, ഇവൻ നിന്നോട് കൂടെ പോരണ്ട എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരണ്ട. ഇവിടെ ദൈവം തെരഞ്ഞെടുത്തത് അങ്ങനെ 5-ാമത്തെ വാക്യം, അങ്ങനെ അവൻ ജനത്തെ വെള്ളത്തെങ്കിലേക്ക് കൊണ്ടുപോയി. യഹോവ ഗിദെയോനോട്, പട്ടി നക്കി കുടിക്കും പോലെ നാവുകൊണ്ട് വെള്ളം നക്കി കുടിക്കുന്നവരൊക്കെയും വേറെയും, കുടിപ്പാൻ മുട്ടുകുത്തി കുനിയുന്നവരൊക്കെയും വേറെയും നിർത്തുക എന്ന് കൽപ്പിച്ചു. ഇനി ഇതൊന്നും മനസ്സിലാക്കണമെന്നില്ല, ഞാൻ ഇത്രേ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. ദൈവം തെരഞ്ഞെടുത്ത ഈ ആൾക്കാർ വളരെ ശക്തി കുറഞ്ഞവരും ബലഹീനരുമായിരുന്നേക്കാം. എന്തുകൊണ്ട് ദൈവം ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് നടത്തും? നമ്മളെയും ദൈവം തെരഞ്ഞെടുത്തത് ഇതുപോലാണ്. വളരെ കുറച്ചു പേരെ ഒരു കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു, ഇവരെ അങ്ങോട്ട് അയക്ക് എന്ന് പറഞ്ഞു. ഇവരെന്താണ് പ്രകീർത്തിക്കുന്നത്? ദൈവത്തിന്റെ ശക്തിയും മഹത്വവും ബലവും. അവരുടെ എഫേർട്ടിനാൽ അല്ല യുദ്ധം ജയിച്ചേ എന്ന് ജനവും അറിയണം, കൂടെ ഉള്ളവരും അവരും അറിയണം ഞങ്ങളുടെ എഫേർട്ട് അല്ല ഇത്. കാരണം ഇവിടെ പറയുന്നത് ഈ വെട്ടിക്കിളി പോലെ ആൾക്കാർ എതിർവശത്തുണ്ടെന്നാ പറയുന്നത്. അങ്ങനെ അവൻ ജനത്തെ വെള്ളത്തെങ്കിലേക്ക് കൊണ്ടുപോയി. യഹോവ ഗിദെയോനോട്, പട്ടി നക്കി കുടിക്കും പോലെ നാവ് കൊണ്ട് വെള്ളം നക്കി കുടിക്കുന്നവരൊക്കെയും വേറെയും, കുടിപ്പാൻ മുട്ടുകുത്തി കുനിയുന്നവരൊക്കെ വേറെയും നിർത്തുക എന്ന് കൽപ്പിച്ചു. എന്തായാലും നോർമലി ആരും ഈ നായ നക്കി കുടിക്കുന്ന പോലെ കുടിക്കത്തില്ല. ദൈവം തോന്നിപ്പിച്ചവനെ കുടിക്കും. ദൈവത്തിന് ഇഷ്ടമുള്ളവനെ അവിടെ അങ്ങനെ നാക്കി കുടിച്ചിട്ടുള്ളൂ. അത് ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് അങ്ങനെ കുടിച്ചവനും. കാരണം ദൈവം ആഗ്രഹിച്ചവർ മാത്രമാണ് അവിടെ യുദ്ധം ചെയ്യാൻ പോയത്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമാണ്. ദൈവം നമ്മളിൽ അതുപോലെ തന്നെയാണ്. നമ്മളെ നഷ്ടപ്പെട്ടവരായിരുന്നു, നമ്മൾ മൊത്തം നഷ്ടപ്പെട്ടവരായിരുന്നു, മനുഷ്യർ മുഴുവൻ നഷ്ടപ്പെട്ടവരായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ ശക്തിയും വല്ലഭത്വവും ബലവും കാണിക്കേണ്ടതിന് വേണ്ടി ദൈവം കുറച്ച് പാത്രങ്ങളെ മാത്രം തെരഞ്ഞെടുത്തു. ദൈവം കുറച്ച് കരുണപാത്രങ്ങളെയും, ദൈവം തന്റെ കോപത്തെ വെളിപ്പെടുത്തേണ്ടതിന് കോപപാത്രങ്ങളെ ആക്കിയിരിക്കുന്നു, കരുണ വെളിപ്പെടുത്തേണ്ടതിന് കരുണപാത്രങ്ങളെ ആക്കിയിരിക്കുന്നു. ഒരു പാത്രത്തിനും എന്തുകൊണ്ട് സൃഷ്ടാവിന്റെ നേരെ നിന്നിട്ട് എന്തുകൊണ്ട് നീ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചു എന്ന് ചോദിക്കാൻ പറ്റത്തില്ല. ദൈവം അവന്റെ മഹത്വത്തിന് വേണ്ടി അങ്ങനെ ആക്കിയിരിക്കുന്നു. അപ്പോൾ നമ്മളെ ദൈവം തെരഞ്ഞെടുത്തത് തന്നെ അവന്റെ മഹത്വത്തിനായിട്ടാണ്. നമ്മുടെ മഹത്വത്തിനായിട്ടോ അത് ഒന്നുമായിട്ടല്ല, അവന്റെ മഹത്വം നമ്മൾ കാണിക്കേണ്ടതിന് വേണ്ടിയാണ്, നമ്മുടെ ജീവിതത്തിന് വേണ്ടിയല്ല. അതുകൊണ്ട് നമ്മൾ ദാസന്മാരായിരിക്കുന്നത് യജമാനന്റെ മഹത്വത്തിന് വേണ്ടി യജമാനൻ ഉപയോഗിക്കുന്ന ദാസന്മാർ മാത്രമാണ് നമ്മൾ. യജമാനന്റെ മഹത്വത്തിന് വേണ്ടി യജമാനൻ ഉപയോഗിക്കുന്ന യജമാനന്റെ സ്വന്തം ദാസന്മാർ. യഹോവ ഗിദെയോനോട്, നക്കി കുടിച്ച 300 പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിച്ചു മിദ്യാനരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ശേഷം ജനമൊക്കെയും താങ്കളുടെ സ്ഥലത്തേക്ക് പോകട്ടെ. അങ്ങനെ ഈ നക്കി കുടിച്ച, ഞാൻ പെട്ടെന്ന് പോവുകയാണ്, നക്കി കുടിച്ചവരെ മാത്രമാണ് എന്ത് ചെയ്തത്? സെലക്ട് ചെയ്തവർ. ഇവരെ കൊണ്ടാണ് മിദ്യാനരെ എതിരെ ഗിദെയോൻ അവരെ കൊണ്ടാണ് യുദ്ധം ജയിച്ചത്. അവർ യുദ്ധം ജയിച്ചത് ഈ വളരെ ചുരുക്കം എണ്ണം ഉള്ള ആൾക്കാരെ വെച്ചിട്ടായിരുന്നു. ഇനി ഇത് കഴിഞ്ഞ് തുടർന്ന് ഈ മിദ്യാനർക്ക് ഒരു സ്വപ്നമൊക്കെ ദൈവം കാണിക്കുന്നുണ്ട്. അത്ര ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ട് പോകുന്നില്ല. ഇപ്പോൾ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടാണ് ദൈവം സകലതും ചെയ്യുന്നതായിട്ട് നമുക്ക് പഴയ നിയമത്തിലും കാണാൻ കഴിയും. അതുപോലെ തന്നെ കർത്താവ് ദാവീദ് ഈ സൈന്യത്തിന്റെ എണ്ണം നോക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് വലിയൊരു പാപമായിട്ട് ദൈവം കോപിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ ശക്തിയല്ല അവൻ നോക്കിയത്, അവൻ മനുഷ്യന്റെ ശക്തിയാണ് നോക്കിയത്, എണ്ണത്തെയാണ് നോക്കിയത്, സൈന്യം എത്ര പേരുണ്ട് എന്നുള്ളതാണ് നോക്കിയത്. അപ്പൊ ശക്തിയും ബഹുമാനവും ബലവും എന്നേക്കും ദൈവത്തിനുള്ളതാണ്. നമ്മൾ ഭയങ്കര ബലഹീനരായിരിക്കുന്നതിന്റെ കാരണം എന്താ? നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തി, നമ്മൾ ശക്തരായിരിക്കുന്നെങ്കിൽ ആ ശക്തി ദൈവത്തിന്റെയാണ്. നമ്മൾ ലോകത്തിൽ ശക്തരായിരിക്കുന്നെങ്കിൽ നമ്മുടെ ശക്തി ദൈവത്തിന്റെയാണ്. നമ്മൾ വ്യാപരിക്കുന്ന പവർ ദൈവത്തിന്റെയാണ്.
നമ്മൾ യോഗ്യരല്ല, പക്ഷെ നമ്മൾ യോഗ്യരാക്കി തീർത്തിരിക്കുന്നത് കുഞ്ഞാടിന്റെ യോഗ്യതയാണ്, എന്റെ യോഗ്യതയല്ല. ഞാൻ യോഗ്യനല്ല, പക്ഷെ കുഞ്ഞാട് യോഗ്യനായതുകൊണ്ട്, കർത്താവ് യോഗ്യനായതുകൊണ്ട് ആ യോഗ്യതയാണ് എന്നിൽ വെളിപ്പെടുന്നത്. ഇനി ദൈവത്തിന്റെ മഹത്വത്തെ എടുത്ത കുറെ ആൾക്കാരെ, അപമാനിച്ച കുറെ ആൾക്കാർക്ക് സംഭവിച്ചത് നമുക്ക് പഴയ കുറെ ഭാഗങ്ങൾ നമുക്ക് കാണാം. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 12:18, നേരം വെളുത്തപ്പോൾ പത്രോസ് എവിടെ പോയി എന്ന് പടയാളികൾ അല്പമല്ലാത്ത പരിഭ്രമം ഉണ്ടായി. ഹെരോദാവ് അവനെ അന്വേഷിച്ചിട്ട് കാണായികയാൽ കാവൽക്കാരെ വിസ്തരിച്ച് അവരെ കൊല്ലുവാൻ കൽപ്പിച്ചു. പിന്നെ അവൻ യഹൂദ വിട്ട് കൈസരിയയിലേക്ക് പോയി അവിടെ പാർത്തു. അവൻ സോര്യരുടെയും സിദോന്യരുടെയും നേരെ കുതിരിച്ചിരിക്കുമ്പോൾ രാജാവിന്റെ ദേശത്ത് നിന്ന്, തങ്ങളുടെ ദേശത്ത് നിന്നും ആഹാരം കിട്ടിവരികയാൽ അവർ ഏക മനസ്സോടെ അവന്റെ അടുക്കൽ ചെന്ന് രാജാവിന്റെ പള്ളിയറക്കാരനായി ബ്ലിസ്തോസിനെ വശത്താക്കി സന്ധിക്കായി അപേക്ഷിച്ചു. നിശ്ചയിച്ച ദിവസത്തിൽ ഹെരോദാവ് രാജവസ്ത്രം ധരിച്ച് ഭദ്രാസനത്തിൽ ഇരുന്ന് അവരോട് പ്രസംഗം കഴിച്ചു. ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ഒരു ദേവന്റെ ശബ്ദം അത്രയെന്ന് ജനം ആർത്തു. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു. അവൻ കൃമിക്ക് ഇരയായി പ്രാണനെ വിട്ടു. ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ അവനെ ദൈവത്തിന്റെ ദൂതൻ അടിച്ചു. അവൻ കൃമിക്ക് ഇരയായി മരിച്ചു. ഇനി വേറൊരു ഭാഗം നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് തന്നെ അതിന്റെ 14-ാം അധ്യായം 14 വാക്യം. ഇത് അപ്പോസ്തലന്മാരായ ബർന്നബാസും പൗലോസും കേട്ടിട്ട് 11 വാക്യം. പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ടിട്ട് ദേവന്മാർ മനുഷ്യരൂപത്തിൽ വന്നു നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ലുക്കോന്യ ഭാഷയിൽ നിലവിളിച്ചു പറഞ്ഞു. ബർന്നബാസിന് ഇന്ദ്രൻ എന്നും പൗലോസ് മുഖ്യപ്രസംഗിയാകിയാൽ അവന് ബുധൻ എന്നും പേർ വിളിച്ചു. പട്ടണത്തിന്റെ മുമ്പിലുള്ള ഇന്ദ്രക്ഷേത്രത്തിൽ പുരോഹിതൻ കാളകളെയും പൂമാലകളെയും ഗോപുരത്തിങ്കൽ കൊണ്ടുവന്ന് പുരുഷാരത്തോടുകൂടെ യാഗം കഴിപ്പാൻ ഭാവിച്ചു. ഇത് അപ്പോസ്തലനായ ബർന്നബാസും പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തോട് ഇടയിലേക്ക് ഓടിച്ചെന്ന് നിലവിളിച്ചു പറഞ്ഞു, പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വൃഥാ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം ഇച്ചിരിയെങ്കിലും എടുക്കുന്നു എന്ന് പൗലോസിന് തോന്നിയപ്പോൾ എന്താണ് ചെയ്തത്? വസ്ത്രം കീറി നിലവിളിച്ചോണ്ട് ഭയത്തോടെ. കാരണം അറിയാം, അവന്റെ മഹത്വത്തിന്റെ കാര്യത്തിൽ അവൻ തീഷ്ണതയുള്ള ദൈവമാണ്. അതൊരല്പം പോലും എടുക്കാൻ യജമാനൻ ആഗ്രഹിക്കുന്നില്ല, രാജാവ് ആഗ്രഹിക്കുന്നില്ല. കാരണം സകല മഹത്വവും പുകഴ്ചയ്ക്കും ബലത്തിനും ശക്തിക്കും എല്ലാം യോഗ്യൻ അവൻ മാത്രമാണ്. നമുക്ക് എടുക്കാൻ അധികാരമില്ല. അത് ഭയങ്കര ഭയത്തോടെയാണ് കാണുന്നത്. ദൈവത്തിനും പകരം മനുഷ്യനെ ആശ്രയിക്കുന്ന ഒരു ശാപത്തിന്റെ കീഴിലുള്ള ഒരു അവസ്ഥയാണ്. ഇന്ന് പലപ്പോഴും ഇന്ന് ശുശ്രൂഷകരെ ആയാലും നമ്മൾ വിശ്വാസികള് ഇന്ദ്രനെ പോലൊന്നും കണ്ടില്ലെങ്കിലും അത്യാവശ്യം യോഗ്യതയുള്ളവനെന്നും കാണുന്നുണ്ട്. അവൻ യോഗ്യനാണ് അതൊക്കെ പറയാൻ. അപ്പൊ ആ യോഗ്യനായുള്ളവൻ വരണം എന്തേലും നമ്മളും സ്വീകരിക്കണമെങ്കിൽ. മനുഷ്യന്റെ യോഗ്യത അല്ല എന്ന് നമ്മൾ നോക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ആരൂടെ പറഞ്ഞാലും നമ്മൾ കേൾക്കും. മനുഷ്യന്റെ യോഗ്യതയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ആ മനുഷ്യന്റെ യോഗ്യത ഉണ്ട്. ആ മനുഷ്യൻ ഇന്ന അവിടുന്ന് പഠിച്ചിറങ്ങിയതാണ്, ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഇത്ര വർഷത്തെ സുവിശേഷ വേലയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ആ മനുഷ്യന് ജീവിതത്തിൽ നിന്നാണ് ആ മനുഷ്യൻ പറയുന്നത്. അത് മാത്രമേ എടുക്കത്തുള്ളൂ. അത് ദൈവത്തിനല്ല മഹത്വം പോകുന്നത്, ആ മനുഷ്യനാണ് മഹത്വം പോകുന്നത്. ദൈവത്തിന്റെ ശക്തിയിലല്ല നമ്മൾ ആശ്രയിക്കുന്നത്, ആ മനുഷ്യന്റെ ശക്തിയിലാണ് ആശ്രയിക്കുന്നത്. ഇത് തന്നെയാണ് ഇവിടെ നമുക്കറിയാം. പഴയ നിയമത്തിൽ ശൗലിനെ രാജാവാക്കാൻ നേരം ദൈവം എന്താ പറഞ്ഞ, അവർ എന്റെ രാജഭരണത്തിന്റെ കീഴിലായിരുന്നു, കർത്തൃത്വത്തിന്റെ കീഴിലായിരുന്നു. അവരത് എന്നെ ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ വേറെ ഒരു മനുഷ്യനെ അവർക്ക് വേണം, അവർ ഈ നിമിഷത്തെ ഓർത്ത് ഖേദിക്കും എന്ന് ദൈവം അവരോട് പറയുന്നുണ്ട്. ശൗലിനെ രാജാവാക്കിയതിൽ ഓർത്ത് ദൈവത്തിന്റെ രാജത്വത്തിന്റെ കീഴിൽ നിന്ന് മാറി മനുഷ്യനെ രാജാവാക്കാം, മനുഷ്യൻ പറയുന്നത് കേൾക്കാൻ, മനുഷ്യന്റെ കർത്തൃത്വത്തിന്റെ കീഴിലേക്ക് പോകാൻ. ഇത് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് ദൈവത്തിന്റെ മഹത്വത്തെ എന്ത് ചെയ്യാണ്? മലിനപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പക്ഷെ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? ഹബക്കൂക്കിന്റെ പുസ്തകം, വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനത്തിന്റെ പൂർണ്ണമാകും. ഇത് പ്രവചനമാണ്. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സകലവും അവന്റെ മഹത്വത്തിന്റെ പൂർണ്ണതയിലേക്ക് വരാൻ ആണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പിശാച് ചെയ്യുന്നത് എന്താണ്? ഇതിന് നേരെ ഓപ്പോസിറ്റ്, അവന്റെ മഹത്വത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അവന്റെ ജനങ്ങളിൽ നിന്ന് തന്നെ അവന്റെ മഹത്വത്തെ എടുത്ത് കളയുക എന്നുള്ളതാണ്. അത് മനുഷ്യന് ഭാഗം കൊടുക്കും. നീയും എടുത്തോ, കുറച്ച് നിന്റെ കൂടെ ഇരിക്കുന്നവനും കൊടുത്തോ. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കി അടിച്ചുകൊണ്ടിരുന്നു.
അത് എന്ത് ചെയ്യും? അങ്ങനെ വെച്ച് നശിപ്പിച്ച് പിച്ച് ചീന്തിക്കളയും. ദൈവത്തിന് കൊടുക്കേണ്ട. ഇന്ന് ലോകം മുഴുവനും അവരവരുടെ മഹത്വത്തിനാണ് അന്വേഷിച്ചു പോകുന്നത്. സൃഷ്ടാവിന്റെ മഹത്വം, ഈ പ്രപഞ്ചം നോക്കിയിട്ട് ഇവിടെ ഒരു സൃഷ്ടാവുണ്ട്, അവനെ മഹത്വപ്പെടുത്തേണ്ടതിന് ലോകത്തിലെ എല്ലാ മനുഷ്യരും ആരുടെ മഹത്വം അന്വേഷിച്ചാ പോന്നെ? അവനവന്റെ മഹത്വത്തിന് അന്വേഷിച്ചാ പോന്നെ. ദൈവത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താതെ അവരെന്ത് ചെയ്യും? അവരവരുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരവരുടെ ഇഷ്ടങ്ങളിലും മഹത്വത്തിനും അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ മഹത്വത്തെ എന്ത് ചെയ്യാണ്? മലിനപ്പെടുത്തുകയാണ്. അപ്പോൾ ദൈവം തന്റെ മഹത്വത്തിന് വേണ്ടി തീക്ഷ്ണമായി പ്രവർത്തിച്ചൊരു ദൈവം, ഇവിടെ സാത്താൻ എന്ത് ചെയ്യാണ്? ഈ മഹത്വത്തെ മലിനപ്പെടുത്താൻ നോക്കിയാണ്. അത് നമ്മളിലൂടെയാണ് ചെയ്യുന്നത്. നമ്മൾ ഭയത്തോടെയും വിറയലോടെയും കൂടി ആയിരിക്കുക ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന കാര്യത്തിൽ. ഒരല്പം പോലും മഹത്വം നമ്മൾ എടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് 1 കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. എല്ലാം അവന്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. 6:20 പറയുന്നു: ആകയാൽ നിങ്ങൾ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. റോമാലേഖനം അതിന്റെ 11-ാം അധ്യായം 34-ാമത്തെ വാക്യം പറയുന്നു: സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കും ആകുന്നുവല്ലോ, അവൻ എന്നേക്കും മഹത്വം. ആമേൻ. സകലവും അവനിൽ നിന്നും അവങ്കിലേക്കും അവനാലും ആവുന്നു. പല ആൾക്കാരും ദൈവത്തിനോട് ദാവീദല്ല, യോബ് പറഞ്ഞ എന്താണ്? ദൈവം തന്നു, ദൈവം എടുത്തു. യോബ് നല്ല ജീവിച്ചൊരു മനുഷ്യനായിരുന്നു, സമ്പത്തൊക്കെ അവനുണ്ടായിരുന്നു. പല ആൾക്കാരും ഞാൻ അധ്വാനിച്ച് ദൈവത്തിന് കൊടുക്കുന്നു, അത് എവിടെ നിന്ന് വന്നു? സകലതും അവനിൽ നിന്നാണ് വന്നത്. സകലവും അവങ്കിലേക്കാണ് പോകുന്നത്. എല്ലാം അവങ്കിലേക്കാണ് പോകുന്നത്. എല്ലാം അവനിൽ നിന്നാണ് വന്നത്. സകലവും അവന്റെ മഹത്വത്തിനായി, സമ്പത്തും എല്ലാം, ദാരിദ്ര്യവും എല്ലാം അവന്റെ മഹത്വത്തിന് വേണ്ടി അവൻ ആക്കി വെച്ചിരിക്കുകയാണ്. സൃഷ്ടാവിന്റെ മഹത്വത്തിനായി, ദൈവത്തിന്റെ മഹത്വത്തിനായി, രാജാവിന്റെ മഹത്വത്തിനായി അവൻ ആക്കി വെച്ചിരിക്കുന്നു. റെവലേഷൻ, നമ്മൾ വെളിപ്പാടിന്റെ പുസ്തകം ഈ വാക്യോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാടിന്റെ പുസ്തകം അതിന്റെ 23-ാമത്തെ വാക്യം: നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവ തേജസ്സ് അതിനെ പ്രകാശിപ്പിച്ചു. ഈ ഹബക്കൂക്കിന്റെ പ്രവചനം നിവൃത്തിയാകുന്നതാണ് നമ്മൾ ഈ വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്. അത് നിവൃത്തിയാകാൻ പോകുന്നു. ആ കാലം വരുമ്പോൾ സകലവും അല്ലെ അവന്റെ മഹത്വത്താൽ നിറഞ്ഞു. സൂര്യൻ ഇനി ആവശ്യമില്ല, പ്രകാശിപ്പാൻ സൂര്യൻ ആവശ്യമില്ലാതെ ദൈവത്തിന്റെ മഹത്വം പ്രകാശത്തെ സൃഷ്ടിക്കുന്നു. ദൈവതേജസ് അതിന് പ്രകാശിപ്പിച്ചു. കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു. അത് നമുക്ക് എബ്രായലേഖനം കാണാൻ കഴിയുന്ന എബ്രായലേഖനം 1-ാം അധ്യായം പറയുന്നു: അവന്റെ തത്വത്തിന്റെ മുദ്രയും തേജസ്സിന്റെ പ്രഭ, അവന്റെ തേജസ്സിന്റെ പ്രഭ, പ്രകാശം, അത് കുഞ്ഞാടാകുന്നു. ആ മഹത്വം നിറഞ്ഞ ഭൂമി മുഴുവനും അവന്റെ മഹത്വത്താൽ നിറയപ്പെടുന്ന ഒരു കാലഘട്ടം, ആ ഒരു വീണ്ടെടുപ്പിലേക്കാണ് നമ്മൾ യാത്രയായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അന്വേഷിക്കുന്നത് അവന്റെ മഹത്വമാണ്. അതുകൊണ്ട് കർത്താവ് പ്രാർത്ഥിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പറയുന്നത്: കർത്താവേ, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം എവർ കാണേണ്ടതിന് ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ കാണേണ്ടതും അന്വേഷിക്കുന്നതും എല്ലാം അവന്റെ ഗ്ലോറിയാണ്, അവന്റെ മഹത്വമാണ് അന്വേഷിക്കേണ്ടത്. സഹോദരങ്ങളെ, ഞാനിത് പറയുമ്പോൾ ഞാനും പലപ്പോഴുമായി എന്റെ മഹത്വം അന്വേഷിക്കുന്ന ഒരു മനുഷ്യനായും നികൃഷ്ടനായിരിക്കുന്നു. നമ്മൾ അത് ഓർക്കുമ്പോൾ നമ്മളെ തന്നെ വെറുക്കുകയാണ് വേണ്ടത്. കർത്താവിന്റെ മഹത്വം ആണ് നമ്മൾ അന്വേഷിക്കേണ്ടതെന്നുള്ള ബോധ്യത്തിൽ വന്ന് നമ്മുടെ നിസ്സഹായത മനസ്സിലാക്കി ദൈവത്തിന്റെ മഹത്വം അന്വേഷിക്കുന്ന മക്കളായി നമുക്ക് മാറാം. ദൈവം അതിനുവേണ്ടിയാണ് നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അതല്ലാതെ വേറെ ഒരു ഉദ്ദേശവും ദൈവത്തിനില്ല. ഇവിടെ ഈ പറഞ്ഞ വചനം ആണ് സകലതിന്റെയും മുകളിൽ എന്ന് ദൈവത്തിന്റെ വചനം ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആ മഹത്വമല്ലാതെ ഒരു ഉദ്ദേശവും ഉപദേശത്തിനുമില്ല, അടിസ്ഥാനങ്ങൾക്കുമില്ല, വീണ്ടെടുപ്പിനുമില്ല, ക്രൂശിനുമില്ല, ഒന്നിനുമില്ല. അവന്റെ മഹത്വം അന്വേഷിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളായിരിക്കുന്നത്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം.